നാട്ടിക നിയോജക മണ്ഡലത്തിലെ സീറ്റ് സംബന്ധിച്ച് സിപിഐയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മുൻ എംഎൽഎയും ഇപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുമായ ഗീതാ ഗോപി പ്രതികരിച്ചു. പാർട്ടി നിർദ്ദേശം അംഗീകരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും താൻ എംഎൽഎ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിൽ നടത്തിയ വികസനം ഏവർക്കും ബോധ്യമുള്ളതാണെന്നും ഗീതാ ഗോപി പറഞ്ഞു. പാർട്ടി തീരുമാനപ്രകാരം നാട്ടിക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് ഈ തീരുമാനം ഏറ്റെടുത്തത്. അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി ഡയറക്ഷൻ. അതിനപ്പുറത്തൊന്നുമില്ല. 10 വർഷം പാർട്ടി പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് വന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നാട്ടിക എന്നുള്ളത്. ആ ഒരു വികസന കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടി 3ാം തവണയും നാട്ടികയിൽ ജനവിധി തേടാൻ നിശ്ചയിച്ചത്. ആ ഒരു തീരുമാനം നിശ്ചയം ഒരിക്കലും ഒരു അസ്ഥാനത്തുമല്ല, വൻ ഭൂരിപക്ഷത്തോടെ നാട്ടിയുടെ വികസനത്തിനൊരു പിന്തുടർച്ചയായിട്ട് വരാൻ തന്നെയായിരിക്കും ജനങ്ങൾ എന്നെ ജനവിധി തേടുക. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഞാനിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി ആ ഉദ്ഘാടന ചടങ്ങ് പരസ്യമായി ബഹിഷ്കരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിർമ്മാണോദ്ഘാടനം നടക്കുന്നതിന് 30 മീറ്റർ അകലെ മാറി നിന്ന് സുനിൽ ലാലൂർ എന്ന് പറയുന്ന KPCCയുടെ സെക്രട്ടറിയെ കൊണ്ട് ഒരു സമരം നടത്തിച്ചു. അപ്പോൾ അത് കോൺഗ്രസ് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് അത്തരമൊരു സമരം പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തിയത്. ഞങ്ങളൊക്കെ ആ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരാണ്. കിഷോർ കുമാറും